നിങ്ങൾക്കെല്ലാവർക്കും ഏതെങ്കിലും ഒരിക്കൽ ഉപകാരപ്പെടുന്ന ഒരു സംഭവം കാണിച്ചു തരാം. നമ്മൾ ഈ പുല്ലൊക്കെ വെട്ടേണ്ട ചിലപ്പോൾ സിറ്റുവേഷൻസ് വരും. അപ്പോൾ ആ പുല്ല് വെട്ടാനായിട്ട് അറിയാമല്ലോ, ശ്രമകരമാണ്. ഇപ്പോൾ പുല്ല് വെട്ടുന്ന മെഷീനൊക്കെ ഉണ്ട്, പക്ഷേ പുല്ല് വെട്ടുന്ന മെഷീൻ വെച്ചിട്ട് എല്ലാവർക്കും ഒന്നും പോസിബിൾ അല്ല, പല റീസൺ കൊണ്ട് പോസിബിൾ അല്ല. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് പുല്ല് വെട്ടാവുന്നൊരു ഒരു സിമ്പിൾ മെത്തേഡാണ്. ചിലർക്കൊക്കെ അറിയാൻ പറ്റും, കൂടുതൽ പേർക്ക് അറിയാൻ സാധ്യതയില്ല. അതിന് നമുക്കൊരു ആക്സോ ബ്ലേഡ് വേണം. ഈ ആക്സോ ബ്ലേഡ് ഇതേപോലെ അതിൻ്റെ പിടിക്കുന്ന ഭാഗത്ത് തുണി വെച്ച് കെട്ടുക. അപ്പോൾ നമുക്കതൊരു പിടിക്കാനായിട്ടൊരു പിടി പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ തുണി വെച്ച് കെട്ടുന്നത്. ഓക്കെ, ഇതിങ്ങനെ കെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ആ ആക്സോ ബ്ലേഡിൻ്റെ പല്ല് നമ്മളുടെ സൈഡിലോട്ട് നീണ്ടു നിൽക്കണം. അതായത് പുറത്തോട്ടായിരിക്കരുത്, ഉള്ളിലോട്ട് ഇൻവേർഡ് ആയിരിക്കണം. ഇങ്ങോട്ട് മനസ്സിലാകണ്ടോ? അത് പല്ല് അങ്ങനെ വരുന്ന രീതിയിൽ തുണി കെട്ടി, അതായത് പിടിക്കാൻ വേണ്ടിയുള്ള സൗകര്യത്തിന് തുണി അങ്ങനെ കെട്ടിയതിന് ശേഷം കണ്ടോ, നമുക്ക് പുല്ല് ഇതുപോലെ വളരെ ഈസി ആയിട്ട് കട്ട് ചെയ്യാം. അതിൻ്റെ കട വെച്ചിട്ട് കട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഗുണം. വളരെ സിമ്പിളാണ്, കാരണം ആക്സോ ബ്ലേഡിൻ്റെ ആ ഒരു ഫ്ലെക്സിബിലിറ്റി നമുക്കതിൻ്റെ കട വെച്ചിട്ട് തന്നെ ഈസി ആയിട്ട് അത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ആ ആക്സോ ബ്ലേഡിൻ്റെ വീതി കുറഞ്ഞതായതുകൊണ്ട് ആ പുല്ലിൻ്റെ ഇടയിലോട്ടൊക്കെ ഈസി ആയിട്ട് കയറിയിട്ട് നമുക്ക് കട വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ചെമ്മരിയാടിൻ്റെ രോമം പറിക്കുന്ന ആ ഒരു ഇതുപോലെയാണ് ഫീൽ ചെയ്യുന്നത്. അധികം പ്രയാസകരമായിട്ടുള്ളൊന്നുമല്ല, വളരെ സിമ്പിളാണ്. കാരണം നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്ന പോലെ തന്നെ വെറുതെ ഇങ്ങനെ ഒരറ്റം വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ മതി. ആ പല്ല് നമ്മളുടെ സൈഡിലോട്ടായിട്ടിരിക്കുന്നതുകൊണ്ട് മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ അത് ചെയ്യും. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മൾ അരിവാൾ അതുപോലെ കത്തിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കത്തിയൊക്കെ നല്ലോണം മൂർച്ച വെക്കണം. അതോടൊപ്പം തന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല കല്ലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കത്തിയുടെ മൂർച്ച പോകും. അപ്പോൾ ആക്സോ ബ്ലേഡ് ആകുമ്പോൾ പ്രശ്നമില്ല, കാരണം ആക്സോ ബ്ലേഡ് നമ്മൾ ഇരുമ്പൊക്കെ കട്ട് ചെയ്യാനാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സൂപ്പറായിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ഒട്ടും തന്നെ ആയാസമില്ലാതെ വളരെ സിമ്പിളായിട്ട് നമുക്കിത് ചെയ്യാം. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഏതെങ്കിലും ഒരു അവസരത്തിൽ ചെയ്യുകയാണെങ്കിൽ ഒരു ആക്സോ ബ്ലേഡും ഒരു തുണിയും അത് നമുക്ക് പെട്ടെന്ന് ആക്സസിബിളാണ്. കാരണം നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ എപ്പോഴും വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കയ്യിലുള്ള പെട്ടെന്ന് ലഭ്യമാവുന്ന സാധനം വെച്ചിട്ടുള്ള മെത്തേഡുകളാണ് പെട്ടെന്ന് നമുക്ക് ഉപകാരപ്പെടുന്നത്. അല്ലാത്ത കേസിൽ ഇപ്പോൾ ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടൊക്കെ ഇത് കട്ട് ചെയ്യാം. അതുപോലെ പുല്ല് വെട്ടുന്ന മെഷീൻ, അതൊക്കെ സംഭവം ശരിയാണെങ്കിലും അതൊന്നും പെട്ടെന്ന് നമുക്ക് ആക്സസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഇതേപോലത്തെ ഇതാണ്. പിന്നെ വേറൊരു ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സർസൈസാണ്. നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നല്ലൊരു എഫേർട്ടും കിട്ടും, അപ്പോൾ ബോഡിക്കും നല്ലൊരു ഇതാണ്. നമ്മളിപ്പോൾ മെഷീനും അതെല്ലാം ഇപ്പോൾ എല്ലാവരും അതൊക്കെയാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു എക്സർസൈസിൻ്റെ എഫക്റ്റ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒരു റിഫ്രഷ്മെൻറ്റും ആവും, പുല്ലൊക്കെ ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വല്ല അഴിജന്തുക്കളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതിന് മുമ്പ് എന്തെങ്കിലും വടിയോ അതൊക്കെ വെച്ചിട്ട് ഒന്ന് നോക്കി